ഹാപ്പി അല്ലേ എല്ലാവരും? അല്ലേ? ചില കുട്ടികളുടെ മുഖത്തൊന്നൊരു ഹാപ്പിനെസ് കാണില്ലല്ലോ. വന്ന് പെട്ട പോലെ തോന്നുന്നുണ്ടോ? ഇവിടെ എത്തിപ്പെട്ടത് വളരെ നന്നായി എന്ന് തോന്നുന്നവർക്കൊന്ന് കൈവക്കുക. എന്തേ സന്തോഷത്തിൻ്റെ ആദ്യം കൊണ്ട് പറയാൻ കഴിയില്ല. ഓക്കെ, കൈപൊക്കാത്ത ചില കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവർ കുറ്റപ്പെടുത്തല്ല. ഏത് സദസ്സിലേക്ക് വന്നാലും എവിടെ ചെന്നാലും ചിലർക്ക് ആ സദസ്സുമായിട്ട് ആ ഒരു അന്തരീക്ഷവുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും തുടക്കത്തിൽ. എന്നാലും 1-2 ദിവസം കൊണ്ട് കഴിഞ്ഞ് പരിപാടികളിലൊക്കെ ഒന്നൊരു ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞാൽ പോകില്ല. അത് നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ 100% പറയുന്നു. നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് അവസാന ദിവസം നിങ്ങൾ പോകുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ മൈൻഡ് എത്തും. അതിനു മുമ്പ് ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുത്തവരുണ്ടാവും? ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അനുഭവം? ഞാൻ പറഞ്ഞ മാതിരിയല്ലേ? അല്ലേ? എല്ലാന്ന് പറഞ്ഞാൽ വിടൂല ഞാൻ. ഓക്കെ, ബില്യൺ കണക്കിന് കുട്ടികൾ അവരിൽ നിന്നൊക്കെ നിങ്ങൾ ഭാഗ്യം ചെയ്തു വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചേരാം. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഈ നായ്ക്കളൊക്കെ ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി കുറേ കയറിട്ട് കെട്ടും ചിലരൊക്കെ. അങ്ങനെ കുറേ ഇട്ട് കെട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ നിരാശ തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലൊരു സന്ദർഭം ഏതാണെന്ന് പറയാൻ പറ്റും? ഏതായിരിക്കും ഏറ്റവും വലിയ നിരാശ തോന്നുന്ന സന്ദർഭം? ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സന്ദർഭം. അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ ഉണ്ടല്ലോ, നിരാശ. അതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ നിരാശകളിൽ ഒന്ന്. ഈ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാൻ വന്നതല്ല. നമ്മൾ കൂടിയിരുന്ന് വർത്തമാനം പറയാൻ വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് വർത്തമാനം പറയാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് ആർക്കും ഏത് സമയത്തും എപ്പോഴും ഇടപെടാം, ചോദ്യങ്ങൾ ചോദിക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാം, വിമർശിക്കാം, തെറ്റാണെന്ന് വിളിച്ച് പറയാം. ഇതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു സദസ്സാണിത്. അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ വേണ്ടത്, അല്ലേ? ഒരു കൂട്ടർ പറയുന്നത് അങ്ങനെ തന്നെ കേട്ട് അങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞത് മുമ്പേ ഗമിക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ ഗമിക്കുന്നു ഗോക്കളല്ല എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിലെ ഗോ അല്ല, മലയാളത്തിലെ ഗോ എന്താണ്? പശു. ഗോമാംസം എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? തിന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. പശു, അതാണ് ഗോ. പശുക്കൾ കൂട്ടമായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. മുന്നിലൊരു പശു പോയാൽ ബാക്കിയുള്ളവർ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നോക്കൂല. ആ മുന്നിൽ പോണ പശുവിൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അത് പശുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് പോണത്, എങ്ങോട്ടാണ് പോണത്, ആരാണ് ലീഡ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിശേഷ ബുദ്ധി കൊടുത്തവരുള്ള ഒരു വിഭാഗമാണ് ആര്? മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത എന്താ അറിയോ? മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താ പറയടങ്ങട്? ചിന്തിക്കാനുള്ള കഴിവ്, വിശേഷ ബുദ്ധി, അല്ലേ? ബുദ്ധി കൊടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ആനയാണെങ്കിലും മറ്റേതൊരു ജീവിയാണെങ്കിലും അവർക്കൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുക, പോയിട്ട് എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന കാലത്ത് തിന്നുക, വിശ്രമിക്കുക, കടന്നുറങ്ങുക, പിറ്റേന്ന് രാവിലെ. ഇതൊരു ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു നാളാണ്. എന്നാൽ മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള വേറെ സംഗതി ഉണ്ട്. ചില കാര്യങ്ങൾ, അവന് കഴിയാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഉണ്ടാക്കിയിട്ട് അവന് നേടാൻ പറ്റും എന്നുള്ള സംഗതി. ഒരു മത്സ്യത്തെ പോലെ
മണിക്കൂറുകളോളം മനുഷ്യന് കടലിൻ്റെ അടിയിൽ പോയിട്ട് നീന്തി കളിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അങ്ങനെ നീന്തി കളിക്കാനുള്ള അല്ലെങ്കിൽ നീന്താനുള്ള സംവിധാനം അവൻ്റെ ചിന്തയിലൂടെ അവന് ഉണ്ടാക്കി. പണ്ടൊക്കെ പക്ഷികൾ പറക്കുമ്പോൾ, ആകാശത്ത് പറക്കുമ്പോൾ അതിലൂടെ അങ്ങനെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ് പിന്നീട് പറക്കാനുള്ള സംവിധാനം. അതിന്ന് എവിടെത്തി? വെറും വിമാനം മാത്രമല്ല, പക്ഷികളെ പോലെ തന്നെ ചിറകുകൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് പറക്കുന്ന വീഡിയോസൊക്കെ കാണാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കാറില്ലേ? അല്ലേ? ഗ്ലൈഡർ വെച്ചിട്ടും അതുപോലെ ശരീരത്തിൽ ചിറക് വെച്ച് കെട്ടിയിട്ട് വലിയ മലയുടെ മുകളിൽ നിന്ന് പറന്നിട്ട് ദൂരങ്ങളോളം പക്ഷികളെ പോലെ പറക്കുന്നു. ഇതൊക്കെ ചിന്തകളിലൂടെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി അതല്ലാതെ വേറൊരു വ്യത്യാസമുണ്ട്. മനുഷ്യന് മാത്രമായിട്ടുള്ളൊരു കഴിവുണ്ട്. ആര് പറയും? പറഞ്ഞോ. ഫീലിങ്സും ശരിയാണ്. നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ഒരു ഉത്തരം ലോകത്ത് തെറ്റില്ല. ഫീലിങ്സ് മനുഷ്യന് പ്രത്യേകമായിട്ടുണ്ടാകുന്ന സംഗതികളാണ്. എന്നാൽ ചെറിയ രീതിയിൽ ഫീലിങ്സുകളൊക്കെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ തോന്നും. അതും മനുഷ്യനുള്ളൊരു പ്രത്യേകതയാണ്. വിവിധ തരത്തിലുള്ള ഫീലിങ്സുകൾ മനസ്സിലുണ്ടാവുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൽ കപടത കാണിക്കാൻ കൂടി കഴിയും എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ഉള്ളിൽ സന്തോഷം അല്ലെങ്കിൽ ഉള്ളിൽ ദുഃഖം നിറച്ചു വെച്ചിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ബാക്കിയുള്ളവർക്ക് ഉള്ളിൽ ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർ പ്രകടിപ്പിക്കും, അല്ലേ? പക്ഷെ നമ്മൾ മനുഷ്യന്മാർ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ വേറൊന്ന് കപടമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന വേറൊരു ടീമാണ് മനുഷ്യനുണ്ടാകുന്ന വേറൊരു ടീം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഉത്തരത്തിലേക്ക് എപ്പോഴും എത്തിയിട്ടില്ല. ഇനി വേറൊരു സംഗതി, അഹങ്കാരം. അതൊക്കെ ഈ ഫീലിങ്സിൻ്റെ ഇതിൽ പെടും. വിവിധ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സിലൊക്കെ പെടുത്താം നമുക്ക്. അഭിനയിക്കാനുള്ള കഴിവാണ്. ശരിയാണ്, ജി പറഞ്ഞ ഉത്തരം ശരിയാണ്. അവിടെ ഒരാളെ വെരി ഗുഡ്. എല്ലാവരും ഓൾക്കൊരു വെടി കൊടുക്ക്. ഒരു വെടി. ചിരിക്കാനുള്ള കഴിവ് മനുഷ്യനെ മാത്രമായിട്ട് കൊടുത്ത. എന്തിനാണ് ഈ പടച്ചോനെ ഈ ചിരിക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തതെന്നുള്ള എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു വലിയ സംഭവമാണ്. ചിരി എന്ന് പറഞ്ഞാൽ വെറും ഒരു ചിരിയല്ല. ഒരു ചിരിയിലൂടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ചില ചിമ്പാൻസികളും കുരങ്ങന്മാരൊക്കെ ചിരിക്കാറുണ്ട്. പക്ഷെ ആ ചിരി കാണുമ്പോൾ നമുക്ക് കരച്ചിലാണ് വരിക, അല്ലേ? അതേസമയം ഒരു മനുഷ്യന് നമ്മുടെ മുഖത്ത് ഇപ്പോൾ നമ്മളൊന്നും പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തി. നിങ്ങളെല്ലാവരും ഇപ്പോൾ എവിടെയാണുള്ളത്? ചിക്കാഗോയിലാണുള്ളത് വിചാരിച്ചോ. ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു? ചിക്കനാ? അപ്പോൾ ചിരിച്ചു. ഓക്കെ. പരിചയമില്ലാത്തൊരു സ്ഥലത്തെത്തി, നമ്മളൊറ്റക്ക്, ഭാഷ അറിയില്ല, കുറച്ച് വെള്ളം കിട്ടണമെങ്കിൽ എങ്ങനെ ചോദിക്കണമെന്ന് പോലും അറിയില്ല. ആ സമയത്ത് നമ്മളെ നോക്കി ഒരാൾ സൗമ്യമായിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയിലൂടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ മനസ്സിലുള്ള ഭയം പോകുന്നതിനേക്കാൾ അധികം നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. അപ്പോൾ ഈ ചിരി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സാധനമൊന്നുമല്ല, ചെറിയ സാധനമൊന്നുമല്ല. ഈ ചിരി എപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? നമ്മളെ മനസ്സ് ഹാപ്പി ആയിരിക്കുമ്പോഴല്ലേ നമ്മൾ ചിരിക്കുള്ളൂ. മനസ്സിൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ് നിറയുമ്പോഴാണ് നമ്മുടെ ചിരിക്ക് കാഠിന്യം കൂടുക. അല്ലാത്ത സമയത്ത് ചിരിച്ചാലും നമുക്ക് ചിരി ഇങ്ങോട്ട് വരില്ല. ചില മരണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ മരണ വീട്ടിൽ നിന്ന് അതിൻ്റെ ആ മരിച്ച ആളുടെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ വരുന്ന ആളുകളെ നോക്കിയൊരു ചിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ പറയുമ്പോൾ അത് ചിരിയായിരിക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ചിരിയായിട്ടല്ല ഫീൽ ചെയ്യുക. പക്ഷെ മനസ്സിൽ ഹാപ്പിനെസ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ചിരി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഇതെന്തിൻ്റെ ഉൽപ്പന്നമാണ്? ശരിക്കും ഹാപ്പിനെസ്സിൻ്റെ ഉൽപ്പന്നമാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ, സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വികാരമാണ്, ഒരു ഫീലിംഗ് ആണ്, അല്ലേ? അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങുകൾ ഏതൊക്കെ ആയിരിക്കും ഉണ്ടാവുക?
സന്തോഷത്തിൻ്റെ ഓപ്പോസിറ്റ് സങ്കടം. പിന്നെ വേറൊരു വികാരമുണ്ട്, ദേഷ്യം. പിന്നെ ഭയം. വിഷമവും സങ്കടമൊക്കെ നമുക്കൊന്നിൽ തന്നെ എടുത്താം. ഈ ദേഷ്യം, ഭയം, സങ്കടം എന്നൊക്കെ പറഞ്ഞത് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങുകളാണ്. പക്ഷെ പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ഒന്ന് മാത്രമേ ഉള്ളൂ, ഹാപ്പിനെസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സുകളൊക്കെ നമ്മൾ വെറുതെ വന്ന് കയറിക്കോളും നമ്മളെ മനസ്സിലേക്ക്, ഒരാളും മനക്കെടണ്ട. എന്നാൽ ഹാപ്പിനെസ്സോ, അത് നമ്മൾ ഉണ്ടാക്കണം. ഹാപ്പിനെസ് നമ്മൾ സ്വയം ഉണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഹാപ്പിനെസ് വെറുതെ വന്ന് കയറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പണിയാണ്. അത് പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ മനസ്സിൽ ആ ഒഴിവിലേക്ക് ആര് വന്ന് കൂടും? ഈ പറഞ്ഞ സങ്കടങ്ങളും, ദേഷ്യം വരും, സങ്കടം വരും, അതുപോലെ ഭയം വരും. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം പതുക്കെ പതുക്കെ അങ്ങനെ അതിൻ്റെ ആ സ്മാർട്ട്നെസ് കുറയാൻ തുടങ്ങും. ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാറുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഒരു സന്തോഷം. ഇവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ മുൻ പരിചയമുള്ളവരാണോ? പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് അല്ലേ? മലബാറിൽ നിന്നും പിന്നെ തെക്കൻ ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടോ? കോട്ടയം, തിരുവനന്തപുരമൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിലും ഈ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ മാത്രമാണെങ്കിൽ പോലും നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഇല്ല. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഒരു സംഗതിയുണ്ട്. ആ സംഗതി എന്താണെന്നുള്ളത് ഞാനിപ്പം പറയുന്നില്ല. ഇതിൻ്റെ അവസാന ദിവസം നിങ്ങളുടെ മനസ്സ് പറയും ആ സംഗതി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. പ്രത്യേകിച്ച് ഒരു വിഷയമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുത്തിയിട്ടുള്ളത്. ഒരു വിഷയം വന്ന് സംസാരിക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ ഒതുങ്ങിപ്പോകും. അതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഫ്രീ ബേർഡുകളായിട്ട് നിങ്ങളെല്ലാം തുറന്നു വിട്ടേക്കാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം, ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം, അറിയാവുന്നതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് പോവാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചൊരു സംഗതി, ഈ അവസരങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് വരുന്ന ഏറ്റവും നിരാശ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വന്നിട്ടുണ്ടാവും. ചില ആളുകളുടെയൊക്കെ നിങ്ങൾ ഈ യൂട്യൂബൊക്കെ എടുത്ത് പിന്നെ നോക്കുമ്പം ചില ആളുകൾ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ബിസിനസ്സിലൂടെയും അതുപോലെ വേറെ ഉള്ള പല മേഖലകളിലൂടെയും പ്രശസ്തരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ അതൊക്കെ ഒന്ന് ഇളക്ക് കേൾക്കണം. അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? അതൊക്കെ കാണണം ഇടയ്ക്ക്. എപ്പോഴും ക്രിക്കറ്റും ഫുട്ബോളും അതുപോലെ ലിപ്സ്റ്റിക്കും ഒന്നും മാത്രം നോക്കിയാൽ പോരാ. ഇത്തരം ആളുകളിലൂടെ അനുഭവങ്ങൾ നമുക്ക് വലിയൊരു പാഠങ്ങളാണ്. അവരുടെ ചില അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏതോ ഒരു ദിവസം ഏതോ ഒരാളിൽ നിന്ന് കിട്ടിയ ഒരു സ്പാർക്ക്, അവരുടെ ചിന്തകളിലേക്ക് വന്നിട്ടുള്ള ഒരു ചെറിയ തരി, ഒരു പിന്നെ തീക്കനൽ, അതാണ് അവരുടെ ജീവിതം മാറ്റിമറിച്ചിട്ട് അവർ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വലിയ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ വീടിൻ്റെ വാതിലിൽ വന്ന് മുട്ടും. വാതിലിൽ വന്ന് മുട്ടുമ്പോൾ ഉടനെ തന്നെ പോയി വാതിൽ തുറന്നിട്ട് എന്ത് ചെയ്യണം? കയറ്റിയിരിക്കണം. ആരെ? മുട്ടിയാളെ എന്ന് പറഞ്ഞാൽ അവസരങ്ങളെ. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ആ അവസരം അടുത്ത വീടിൻ്റെ വാതിലിലേക്ക് മുട്ടാൻ പോകും. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, കാരണം അത് പിന്നെ കേസായി മാറും അല്ലേ? അപ്പോൾ എന്തൊക്കെ അവസരങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിട്ടാത്ത പതിനായിരക്കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്കൊക്കെ ഇന്നുണ്ട്. കാരണം എന്താണെന്ന് പറയുമോ? അന്നൊന്നും ഇല്ലാതിരുന്ന ഒരു വലിയ സംഗതി ഇന്നിപ്പോൾ നമ്മുടെ ലോകത്തുണ്ട്. എന്താണത്? ഇൻ്റർനെറ്റിലൂടെ വന്നിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ. സോഷ്യൽ മീഡിയ എന്നൊരു വമ്പൻ അവസരമാണ്.
ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂ കണ്ടു. ഒരു 13 വയസ്സുകാരൻ, അവൻ കൊറോണയെ അവസരമാക്കി മാറ്റിയിട്ട് ഇന്നിപ്പോൾ അവൻ്റെ കീഴിൽ 125ഓളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വമ്പം ബിസിനസ്സുകാരനായിട്ട് മാറിയ, എന്താ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ 13ാമത്തെ വയസ്സിലാണ് നമ്മുടെ ലോകത്ത് കൊറോണ എന്നുള്ള സംഗതി വന്നിട്ടുള്ളത്. ആ സമയത്ത് ഒരു 90% ആളുകളും എന്തായി, പിന്നോക്കം വലിഞ്ഞു അല്ലേ? അവർ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ, അവസരത്തെക്കുറിച്ച് ചിന്തിക്കാതെ, അവരുള്ള അവസ്ഥയിൽ നിന്ന് അവർ എന്ത് ചെയ്തു, അതിലെ ആ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കി. പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്ന, ഈ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തിട്ട് ഒരുത്തൻ എന്തായി മാറി, ഇന്ന് വലിയ ബിസിനസ്സുകാരനായി. അവൻ കൊറോണയെ പോലും അവസരമാക്കി മാറ്റിയെന്നാണ്. കാരണം ആ സമയത്ത് അവൻ 100 രൂപക്കോ 125 രൂപക്കോ തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് 100-ലധികം ആളുകൾ അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് മാറിയത്. ഈ മൊബൈലിൻ്റെ കവറില്ല, ബാക്ക് കവറ്, അത് വാങ്ങി വിൽപ്പന നടത്തി അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഏത് സംഗതി നമ്മുടെ മുന്നിൽ കണ്ടാലും അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചിന്ത വരുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേകതയുള്ള ആള് ആരാണ്, മനുഷ്യനാവുള്ളൂ. ഇതെങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താം, മറ്റതെങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താം. സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ അവസരത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കോ വേണ്ടി നമ്മൾ പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ, ഈ സ്ക്രോൾ ചെയ്ത് നമ്മൾ കാണുന്ന ഓരോ വീഡിയോസിനും ഓരോ റീൽസിനും ഓരോ ഷോർട്ടിനും ഒക്കെ ആരൊക്കെ കീശയിലേക്ക് പൈസ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മളേതായാലും ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ട് മറ്റുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല എന്ന് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പലരും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സാകട്ടെ 25 വയസ്സാകട്ടെ എന്നൊന്നും വിചാരിച്ച് നിൽക്കണ്ട. നിങ്ങൾക്ക് സമ്പാദിക്കുക എന്നുള്ളത്, സമ്പാദിക്കുന്നത് നല്ല പണിയാണോ അല്ലെങ്കിൽ നല്ല ഒരു പരിപാടിയാണോ മോശപ്പെട്ട പരിപാടിയാണോ? നല്ലതാ? എന്താ എൻ്റെ അഭിപ്രായം? നല്ല മാർക്കറ്റോടാണ് നല്ലതാണ്. അതെ. എന്നിട്ടെന്താ നിങ്ങളാരും ഇതിന് ശ്രമിക്കാത്തത്? ശ്രമിക്കുമ്പോൾ പല ഭാഗത്തുനിന്നും പലതും വരും. എൻ്റെ പരിപാടി പഠിക്കലാണ്, ആ പണി ചെയ്താൽ മതി. അപ്പോൾ തിരിച്ച് ചോദിക്കുക, പഠിച്ചിട്ട് എന്താണ്? പഠിച്ചിട്ട് പണി കിട്ടും. പണി കിട്ടിയാൽ പൈസ കിട്ടും. അപ്പോൾ പണി അതങ്ങനെ പോയിക്കോട്ടെ. ഈ പൈസ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പണി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഈ പരിപാടി എടുക്കുന്ന സമയത്ത് തന്നെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി കൂടി തുടങ്ങിയാൽ അത് മോശമാകുമോ? ഇല്ല. അപ്പോൾ ഈ പരിപാടികൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ അത് പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ പൈസ സമ്പാദിക്കാനുള്ള ടെൻഡൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്ന് അവർ കൊണ്ടുവന്നിട്ടുള്ള പഴയ പ്ലാസ്റ്റിക്, ഇരുമ്പ്, സ്റ്റീല്, പഴയ നോട്ട് ബുക്ക് അതൊക്കെ കൊണ്ടുപോയി വിറ്റ് 530 രൂപ കിട്ടി. അതവർ സമ്പാദിച്ചതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ എങ്ങനെ ഇപ്പം നമ്മൾ അയൽപക്കത്തെ വീട്ടിൽ പോയി ഇവിടെ പഴയ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക അല്ലേ? ഗൾഫിലൊക്കെ പോയിട്ട് പോകുന്ന ആളുകളോട് ചോദിക്കണ്ടേ, അവിടെ വമ്പം ബിസിനസിൻ്റെ ഒരു മേഖലയാണ് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ മങ്കട ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? മങ്കട, മലപ്പുറം? ഇല്ല. എപ്പോഴെങ്കിലും മങ്കട റൂട്ടിന് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ, അവിടെ വമ്പൻ, ആ ടൗണിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാം വമ്പൻ 3 വീടുകൾ. അവർക്ക് പണി സ്ക്രാപ്പാണ്. പഴയ പ്ലാസ്റ്റിക്, പേപ്പർ, ഇതൊക്കെ ഹൈ ലെവലിൽ ചെയ്യുന്ന ആളുകളാണ്. അതൊരു മോശമൊന്നുമല്ല. എന്ത് പണിയും ചെയ്യാൻ തയ്യാറാവുക, പണി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്.
ചില ആളുകളൊക്കെ ഉണ്ടാകും, നമുക്ക് നാലാളെ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പണിക്കൊക്കെ പോകാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ചിന്താഗതിയുള്ള ആളുകൾക്ക് എന്തായിരിക്കും അവസ്ഥ വരിക എന്ന് ചോദിച്ചാൽ, വേറെ പണി കിട്ടൂല, ഉള്ള പണിയിൽ തന്നെ നിലനിന്ന് പോകാനുള്ള കഴിവുണ്ടാവില്ല. അവർ പിന്നെ ഒന്നുമില്ലായ്മയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്ത് വേണം? നിങ്ങൾക്ക് വന്നിട്ടുള്ള മുന്നിൽ വന്നിട്ടുള്ള എന്തെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അത് നിങ്ങൾ ആരും കൊണ്ടുവന്നിട്ട് കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് നിനക്കുള്ള അവസരമാണെന്ന് പറഞ്ഞു തരില്ല. അവിടെ എന്താ ചെയ്യേണ്ടത്? സ്വയം കണ്ടെത്തുക. നിങ്ങൾ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ലോകത്തുള്ള, അതാരാണ്? ഞാൻ നന്നാവണം എന്ന് ആഗ്രഹമുള്ള ഒരേ ഒരാൾ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. വേറെയുള്ളവരൊക്കെ ചിലപ്പോൾ തൊള്ളോണ്ട് പറയും, ഇതൊന്ന് നന്നായി കാണാൻ ഭയങ്കര പൂതിൻ്റെ എന്നൊക്കെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും. അവർക്ക് ആ പൂതി തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ നന്നാവേണ്ട ഉത്തരവാദിത്വം, നന്നാവണമെന്ന് ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ടാവുന്നതും ഒരാൾക്ക് മാത്രം. അപ്പോൾ ലോകത്ത് കാണുന്ന അവസരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് ചിലപ്പോൾ നമുക്ക് ചെറിയതായിട്ട് തോന്നും, വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അതിലൂടെ പോകുന്ന ചില ചിന്തകളുണ്ടാവും. ആ ചിന്തകൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ദിവസം വെറുതെ ചോദിച്ചു, മൊത്തത്തിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? ഈ ചോദ്യങ്ങൾ പലപ്പോഴും ക്ലാസ് റൂമിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിലേറ്റവും കൂടുതൽ ഉത്തരങ്ങൾ വരുന്നത് എന്തായിരിക്കും? ഡോക്ടർ, എഞ്ചിനീയർ, IAS, ഇതൊക്കെ ആയിരിക്കും. അതിനൊക്കെ ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തല്ല. എൻ്റെ വീടിൻ്റെ പ്ലാൻ ഞാൻ സ്വന്തം വരച്ചതാണ്. ഞാനൊരു എഞ്ചിനീയറിങ്ങിന് എവിടെയും പോയിട്ടില്ല. നിങ്ങളൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അളവും അതിൻ്റെ 4 ഡയറക്ഷൻസിലുള്ള അളവും എല്ലാ സംഗതികളും കൊടുത്തു. വീടിന് എത്ര റൂം വേണം, സിറ്റ് ഔട്ട് വേണോ, അപ്സ്റ്റെയർ വേണോ, എത്ര ബാത്റൂം വേണം എന്നിങ്ങനെയുള്ള ഓരോ വീടിൻ്റെയും ചുമരിൻ്റെ അളവുകളൊക്കെ അങ്ങോട്ട് കൊടുത്താൽ ഒരു 2 മിനിറ്റ് കൊണ്ട് അടിപൊളി 3-4 പ്ലാൻ ഉണ്ടാക്കി തരാനുള്ള സംവിധാനം എവിടെ ഉണ്ട്? AI വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടത്. ആപ്പുകളുണ്ട് അതിനൊക്കെ. അങ്ങനെ ആവുമ്പോൾ എൻജിനീയറിങ്ങിന് 5 വർഷം 10 വർഷം പഠിക്കുന്ന ഒരാൾക്ക് അത് നഷ്ടമാണോ ലാഭമാണ്? ഞാൻ ചില സംഗതികളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് വേണ്ടിയില്ലെന്നൊക്കെ തോന്നും, എന്നെ വിളിക്കേണ്ടിയില്ലെന്നൊക്കെ തോന്നും. എന്നാലും ഞാൻ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ട്. നിങ്ങളാരെയും സോപ്പിട്ട് സന്തോഷമാക്കി പോകാനൊന്നും വന്നതല്ല ഞാൻ. ആ പരിപാടി എനിക്കില്ല. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നത് സ്വീകരിക്കുക, പറ്റാത്തത് ഒഴിവാക്കുക. അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് എൻജിനീയറിങ്ങിലൂടെ വരുന്ന അറിവുകൾ വെറും മിനിറ്റുകൾ കൊണ്ട് നമ്മളതിൻ്റെ റോ മെറ്റീരിയൽസ് ഇൻഫർമേഷൻസുകളായിട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സംഗതികൾ വരുന്നുണ്ട്. അസുഖം വന്നാൽ നമ്മുടെ അസുഖത്തിൻ്റെ സിംറ്റംസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനാവശ്യമുള്ള മരുന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള മാർഗം വളരെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു MBBS എന്നുള്ള പറയുന്നത് അത്ര വലിയ സ്കോപ്പാണോ? അല്ല. ആണ് MBBS എൻ്റെ ആരെങ്കിലും കൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ MBBS പഠിച്ച ഒരാൾ ഈ കൂടി അറിയണം എന്നുള്ളതാണ്. അതെ. ഇതെന്തിനാ ഞാൻ കൈ തരുന്ന അറിയോ? ജി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല വിഷയം. അല്ല, അതെ, ഇടപെടണം. അത് നിങ്ങൾക്കൊക്കെ ബാധകമാണ് കേട്ടോ. ഒരു MBBS പഠിച്ചിട്ടുള്ള ഒരു MD കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ AI കൂടി പഠിക്കുമ്പോൾ അത് കൂടുതൽ ഗുണകരമാവും. പക്ഷേ ഞാൻ പറഞ്ഞ സംഗതി അതല്ല. 5 വർഷം കൊണ്ട്
MBBS കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ഡോക്ടർ പഠിച്ച അതേ സംഗതി ഇന്ന് നമ്മൾ പഠിക്കാതെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിംറ്റംസ് കൊടുത്താൽ അതിനുള്ള മരുന്നും ആ മരുന്നുകൾ കിട്ടുന്ന അതൊക്കെ ഒരു തരം ബിസിനസ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ആ സംവിധാനം ലോകത്തുണ്ട്. ഒരു ജില്ലാ കലക്ടറുടെ ഒരു IAS ഓഫീസറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഏറി വന്നാൽ 2 ലക്ഷം റുപ്യ, 2.5 ലക്ഷം റുപ്യ, 3 ലക്ഷം കൂട്ടിക്കോ. 3 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ? ആ ശമ്പളത്തേക്കാൾ 3 ഇരട്ടി വാങ്ങുന്ന യൂട്യൂബർമാരെ എനിക്കറിയാം നമ്മുടെ കേരളത്തിൽ ചില മാസങ്ങളിൽ. അപ്പോൾ എന്താണ്, ഇതൊന്നും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല, പഠിക്കണ്ട എന്ന് പറയല്ല. പഠിക്കണ്ട എന്ന് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ പഠനത്തിലൂടെ കിട്ടുന്നതിനേക്കാളും വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോകണം. അല്ലാതെ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട് പഠിക്കണ്ട. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിൽ നിന്ന് പാരൻസ് ചോദിക്കണം എന്താണ് പഠിച്ചത്, ഒന്ന് പഠിക്കണ്ടെന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് മോശം പറയിപ്പിക്കരുത്. പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പഠിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ പോട്ടെ. അതിൻ്റെ ഇടക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ലോകം നമ്മൾ കണ്ടെത്തണം. ലോകത്ത് നിന്ന് ഏകദേശം 900 കോടി മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത്. 900 കോടി മനുഷ്യരുണ്ടെങ്കിൽ 900 കോടി ലോകങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റേതായിട്ടുള്ളൊരു ലോകം ഉണ്ട്. 800 ആയിക്കോട്ടെ, ഒരു 100 കുറച്ചാളി, 100 കുറച്ച് ഫർഹാന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച്. എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ലോകമുണ്ട്. ലോകത്ത് നമ്മളാണെങ്കിൽ നമ്മൾക്കൊരു ലോകം, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ലോകമുണ്ട്. ആ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് എന്തുമാവാം, മോശപ്പെട്ട രീതിയിലുമാവാം, നല്ല രീതിയിലുമാവാം. നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ആ ലോകത്തിൻ്റെ അധികാരം നമ്മളെ കയ്യിലായിരിക്കും, അതിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിലായിരിക്കും. അവിടേക്ക് വേറൊരാൾ വന്ന് കളിക്കാൻ കഴിയൂല. വേറൊരാൾ വന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലോകത്തു നിന്നാണ് കളിക്കുന്നത്, അത് നമ്മളെ ലോകത്തേക്ക് കടന്നു കയറൂല. അതിനെന്ത് വേണം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ലോകം ഉണ്ടാക്കണം. ആ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചെറുതുമാണ്, വളരെ വിശാലവുമാണ്. ഈ വിശാലതയാക്കേണ്ട ആളാരാണ്? നമ്മളാണ്. നമ്മളത് എത്രമാത്രം വലുപ്പം കൂട്ടുന്നോ, വീർപ്പിച്ച് കൊണ്ടുവരുന്നോ അത്രമാത്രം അത് വിശാലമായി തീരും. അതിൻ്റെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് നേരത്തെ പറഞ്ഞ മനുഷ്യന്മാർക്ക് മാത്രം ഉണ്ടാവുന്ന ചില പ്രത്യേകതകളിൽ ഒന്നാണ് ഐഡിയ. ഒന്ന് പറഞ്ഞാൽ നമ്മൾ വിശേഷ ബുദ്ധി പറഞ്ഞു, ചിരി പറഞ്ഞു, ഫീലിങ്സ്. വേറൊന്നാണ് ഐഡിയാസ്. ഈ ഐഡിയാസ്, എന്തെല്ലാം ഐഡിയാസ് ഉണ്ടോ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പണ്ടെന്നോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു റൂട്ടുണ്ടാവും അല്ലേ? ആ റൂട്ടിലൂടെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ നടന്നു പോകും. നമ്മളും ആ കൂട്ടത്തിൽ അങ്ങനെ നടന്നു പോകും. എന്നിട്ടോ എല്ലാവർക്കും കിട്ടുന്നത് ഒരു ഫലമായിരിക്കും. ഒരേ രീതിയിൽ തന്നെ പോകുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നത് ഒരേ ഫലമായി. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു TTCയോ നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് TTCയോ B.Ed ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്തായിരിക്കും? ടീച്ചിങ് ആയിരിക്കും. ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾക്കൊരു അവസരം, അത് മാത്രമേ കിട്ടുള്ളൂ അല്ലേ? TTCക്ക് തന്നെ പോയിട്ട് എൻജിനീയറിംഗ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾക്കാണ് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഐഡിയാസ് വേണം. പക്ഷേ ഈ ഐഡിയാസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, എതിർപ്പുകൾ, പിന്നെ ഉപദേശം ഇഷ്ടമാണ് നിങ്ങൾക്ക്? ഇല്ല. എന്താ ഉപദേശം നല്ലതല്ലടാ?
അല്ലേ? ആരാ പറഞ്ഞേ? പിന്നെന്താ നല്ലത് ഞങ്ങൾ പറയും? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉപദേശമല്ല, നിർദ്ദേശം. കൺട്രോളിംഗ് അല്ല, പിന്നെന്താ? ഗൈഡൻസ്. അല്ലേ? വല്ലാതെ ഉപദേശിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഉപദേശിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. ഉപദേശം എന്നുള്ളത് ഒരു സിമ്പതിയുടെ അടയാളമാണ്. എന്താണ് സിമ്പതി എന്ന് പറഞ്ഞാൽ? അനുകമ്പ എന്ന് പറഞ്ഞാൽ സിമ്പതി നല്ലതാണോ? അത് നല്ലതല്ലേ? പിന്നെന്താ? 4 സംഗതി ഉണ്ട്. സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട്, പിന്നെ പറഞ്ഞോ. സിമ്പതി എമ്പതിയും തെരിപ്പതി അല്ല, അപ്പതി ഉണ്ട്, അപ്പതി. പിന്നെ ഒരു ആൻറ്റിപ്പതി ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സന്തോഷവും സങ്കടവും ദേഷ്യവും ഭയത്തിൽ 3 നെഗറ്റീവും 1 പോസിറ്റീവും ഉള്ളതുപോലെ തന്നെ സിമ്പതി, എമ്പതി, അപ്പതി, ആൻറ്റിപ്പതി. ഈ 4 3 നെഗറ്റീവും 1 പോസിറ്റീവാണ്. ആ 3 നെഗറ്റീവിൽ പെട്ടതാണ് 1 സിമ്പതി എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ കുറേ കാലം, ഞാനൊക്കെ തന്നെ കുറേ കാലം വിചാരിച്ചൊരു സംഗതിയാണ് ഈ സിമ്പതി കാണിക്കുക, മറ്റുള്ളവരോട് സിമ്പതി കാണിക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് നല്ല കാര്യമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ സിമ്പതി കാണിക്കുക എന്ന് പറഞ്ഞാൽ, സിമ്പതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുകമ്പ എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നവന് അതൊരു അരോചകമായിരിക്കും, പക്ഷെ കൊടുക്കുന്ന ആളിന് അത് ഒരു നല്ല സംഗതിയായിട്ട് തോന്നും. പാവം എന്ന് പറയല്ലേ ആ ഒരു വാക്ക്, പാവം. കേൾക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുന്ന ആളിന് തോന്നുന്നത് എന്താണ്? ഞാൻ ആളെ പറ്റി നല്ലൊരു സംഗതി പറഞ്ഞതാണ്, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങളിങ്ങനെ പോകുമ്പോ, റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോ വണ്ടി വന്ന് വീണു, സൈക്കിൾ വന്നോ ബൈക്കും വന്നോ വീണു, നിങ്ങൾ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? വണ്ടിയിൽ നിന്ന് വീണാൽ ആദ്യം നിങ്ങൾ ചെയ്യുന്ന പണി ഉറക്കെ പറഞ്ഞോ. വെരി ഗുഡ്. കൈക്കു കാലിന് മുറിവ് പറ്റിയാലും വലിയ മുറിവ് പറ്റിയാലും ആദ്യം ചെയ്യുന്ന പണി, ഞാൻ ചെയ്യുന്ന പണി ആരോ കണ്ടിടണം നോക്കും. അങ്ങനെ നോക്കൂ അല്ലേ? എന്തുകൊണ്ടാണ് അറിയോ? ആരോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ട് നമ്മൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചെയ്ത് തരും. പക്ഷെ ആരെങ്കിലും കാണുക എന്നുള്ളത് സിമ്പതിയുടെ അടയാളമായതുകൊണ്ട് ആ സിമ്പതി നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം ആരും കാണാതിരുന്നെങ്കിൽ എന്ന് നമ്മുടെ മനസ്സ് ആദ്യം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സിമ്പതി നെഗറ്റീവാണ്. അപതിയോ? അപതി എന്ന് പറഞ്ഞാൽ വേറൊരു തലാണ്, അത് ഫുള്ള് നെഗറ്റീവാണ്. അതൊരു അസൂയയുടെ ഒരു തലം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇത് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറില്ലേ, ഓനത് കിട്ടാതിരിക്കണ്ടീനി, ഓൾക്കത് കിട്ടാതിരിക്കണ്ടീനി എന്നൊക്കെ ഉള്ളൊരു ഒരു ചിന്താഗതി. അങ്ങനെയുള്ളൊരു ചിന്താഗതി. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആൻറ്റിപ്പതിയും അപ്പതിയും സിമ്പതിയും ഒക്കെ നെഗറ്റീവും, എമ്പതിയാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. എമ്പതി എന്ന് പറഞ്ഞാൽ തന്മയീ ഭാവം എന്ന് പറയുന്നത്. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ, നിങ്ങൾ കയ്യിലൊരു 1000 രൂപ എടുക്കാണ്ടോ എന്നാ പറയുമ്പോൾ ചിലർ കൊടുക്കും, സിമ്പതി തോന്നിയിട്ട് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല കൊടുത്തോട്ടെ. പക്ഷേ എമ്പതിയുള്ള ഒരാളുടെ മനസ്സിലെന്താണ്? എൻ്റെ സ്ഥാനം ഞാൻ അയാളിൽ സങ്കല്പിക്കും. എനിക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അയാൾ എന്നിൽ നിന്ന് എന്തായിരിക്കും പ്രതീക്ഷിക്കുക? അത് തന്നെ ആയിരിക്കില്ല ഞാൻ പ്രതീക്ഷിക്കണത്. 2000 രൂപ വായ്പ വയ്ക്കാൻ വരുന്ന ഒരാൾക്ക് കിട്ടണം, എന്നിൽ നിന്നത് കിട്ടണം എന്നല്ലേ പ്രതീക്ഷിക്കുക. അത് ഞാൻ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ അതന്നെയല്ല നമ്മുടെ മനസ്സിലുണ്ടാവുക, എനിക്ക് കിട്ടണം എന്നുള്ളത്. അത് ഞാൻ അയാളിൽ സങ്കല്പിച്ചിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ എന്തിന് സ്ഥാനം ഉണ്ടാവില്ല? പിന്നെ
അതിനെന്തെങ്കിലും പ്രത്യുപകാരം കിട്ടണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. നേരെ മറിച്ച് നമ്മൾ സിമ്പതി ഈ കാരണമായിട്ട് നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ പിന്നീട് അത് വന്നിട്ട് അയാളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ റോഡിലൂടെ അങ്ങനെ നടന്നു പോവും, അയാളിങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. നിർഭാഗ്യവശാൽ അയാൾ നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോയാൽ പിന്നെ ആ ദേഷ്യം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഓനെ ഞാൻ അന്ന് 5000 റുപ്യ കൊടുത്തിട്ട് ആ പഹ എൻ്റെ മുഖത്തും കൂടി നോക്കിയില്ല. അത് നമ്മൾ കഴിയുന്ന നമ്മളെ മുന്നിലൂടെ വരുന്ന ആളുകളോടൊക്കെ പിന്നെ പറയും ചെയ്യുക, നാട്ടിലുള്ള മൊത്തം ആളുകളോട് പറയും ചെയ്യും. അതേസമയം അയാളിൽ നിന്നൊന്നും കിട്ടണ്ട, അതൊരു വിഷയമല്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന പണികൾക്കൊക്കെ നമുക്ക് സമാധാനമായിട്ടുണ്ടാവുക. നമ്മളതൊക്കെ വിട്ടു. അതാണ് ഇന്നുള്ള ഈ 4 എണ്ണത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം. അപ്പോൾ നമ്മൾ എവിടുന്നാണ് പോകുന്നത്? ഈ പറഞ്ഞ സിമ്പതിയിലൊക്കെ എനിക്കല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറയാം, എന്തായാലും പേര് എവിടുന്ന സ്ഥലം? എനിക്കെന്നറിയില്ല. പിന്നെ അറിയില്ല പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ്. അതാണ് ഞാൻ കുറേ നോക്കണത്. ഇപ്പൊ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ മോനാണ്. അന്നേ ഈ കോലത്തിൽ കണ്ടിട്ട് കുറേ ദിവസമായി. മണാശ്ശേരി കോളേജിൽ. അപ്പോൾ എവിടെ നമ്മൾ പോകുന്ന പറയും, ഞാനോട് ചോദിക്കണ്ടാവും എന്നെ സ്വീപ്പാക്കി. എവിടെ നമ്മളെത്തിയത്? ആ ലൈവ് വിട്ടു. നിങ്ങളൊന്നും ഇവിടെ അല്ലേ താത്താരും കാക്കാരൊന്നും? ആ സിമ്പതി എമ്പതിയും ഒക്കെ പറഞ്ഞു. ഇതിലേക്ക് വന്നത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞ അവസരങ്ങൾ അല്ലേ? അപ്പോൾ ഈ അവസരങ്ങൾ നമ്മുടെ മുന്നിലുള്ള ഓരോ സംഗതിയിലും ഓരോ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത. സമ്പാദിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട സംഗതിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് പ്രത്യേക ടൈമില്ല. പൈസ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങുക എന്നുള്ളത് പ്രത്യേക ടൈമില്ല. ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു സംഗതി, വെക്കേഷൻ സമയത്ത് നിങ്ങളൊക്കെ പല റോഡുകളിലും നോക്കിയാൽ കാണാം ചെറിയ ചെറിയ മുട്ടായി ഭരണികൾ വെച്ചിട്ട് കുട്ടികൾ നമ്മളെ എങ്ങനെ എടുത്ത് ഇങ്ങനെ കുലുക്കി പ്രലോഭിപ്പിക്കും. കാക്ക വാങ്ങി പോയിക്കോളി എന്ന് പറയും. നല്ലൊരു സംഗതിയാണത്. അത് മിഠായി ആണ് എന്നുള്ളൊരൊറ്റ പ്രശ്നം മാത്രമേ അതിലുള്ളൂ. പക്ഷെ അവരത് കാണിക്കുന്ന ആ ഒരു താല്പര്യം ഉണ്ടല്ലോ, ബിസിനസ്സിൽ സമ്പാദിക്കണം എന്നുള്ള ബിസിനസ്സിലുള്ള ഒരു താല്പര്യം അവർ ചെറുപ്പത്തിലെ കാണിക്കുക എന്നുള്ളതാണ്. അവർ കിട്ടുന്ന ആ അവസരം അവർ മുതലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസരങ്ങൾ ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ മുന്നിലൂടെ വരും. മനുഷ്യന്മാരെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു സംഗതി നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവും. എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു നിധിയാണ്. എന്തെല്ലാം തരം വിഭവങ്ങളുണ്ടോ അതൊക്കെ ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് കയറൂരി വിടുകയാണ്, കെട്ടയച്ച് വിടുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്ര ശ്രമിക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ എവിടെയായിരിക്കും നമുക്ക് പഴച്ചത്? അല്ലെങ്കിൽ നമുക്ക് പല ആളുകൾക്ക് പഴക്കുന്നത് എവിടെയായിരിക്കും? ശ്രമത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് പഴക്കുന്നത് അല്ലേ? ശ്രമം കുറച്ചാണുള്ളതെങ്കിൽ ഇപ്പോൾ പിന്നെ ബീച്ചിലൊക്കെ പോയിരുന്നിട്ട് ചില ആളുകളുണ്ടാവും ബീച്ചിലൂടെ അങ്ങനെ നടക്കും, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ ചെറിയ ചെറിയ ശംഖ് അല്ലെങ്കിൽ ചെറിയ മീനുകളൊക്കെ തിരയിലേക്ക് വന്നിട്ട് പിന്നെ കരയിലേക്ക് അടിഞ്ഞു കൂടുന്നതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. ചില ആളുകൾ തോണി എടുത്തിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകും. ഈ കരയിൽ നിൽക്കുന്ന ആളിന് കിട്ടുന്നതായിരിക്കും തോണി എടുത്ത് പോകുന്ന ആളുകൾ കിട്ടുക? അല്ല. ചില ആളുകൾ വലിയ കപ്പലുകൾ എടുത്തിട്ട് ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറഞ്ഞ് പോകും. ചില ആളുകൾ എല്ലാ എക്യുപ്മെൻസും വെച്ചിട്ട് കടലിൻ്റെ അടിയിലേക്ക് അവർ തന്നെ ഇറങ്ങിപ്പോകും. ഇവർക്കൊക്കെ കിട്ടുന്ന സംഗതികൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ശ്രമത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമത്തിൻ്റെ ഒരു കുറവ്, അവിടെയാണ് ഒന്ന് നമ്മൾ പരാജയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പരാജയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേടുന്നതിലുള്ള പരാജയം, വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ. രണ്ടാമത്തത് ശ്രമത്തിൻ്റെ കുറവ്. മൂന്നാമതൊരു സംഗതിയാണ് കൺസിസ്റ്റൻസി. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ് കുറയാറുണ്ട്. ഏറ്റവും വേഗത കൂടിയ മൃഗം ഏതാണ്? ചീറ്റ. പക്ഷെ ചീറ്റയ്ക്ക് ഒരു പ്രശ്നമുണ്ട്.
വേഗത കൂടിയ ചീറ്റ മൃഗമാണെങ്കിൽ പോലും ചീറ്റ വേട്ടയാടുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയാമോ? 100-125 കിലോമീറ്റർ സ്പീഡിലൊക്കെ ചീറ്റ ഓടും. പക്ഷേ ഒരു 4-5 മിനിറ്റ് ഓടുമ്പോഴേക്കും ചീറ്റ തളർന്നു പോകും. മുന്നിൽ ഓടുന്ന മൃഗം, ചീറ്റ ഓടിക്കുന്ന മൃഗം ജീവനും കൊണ്ടാവണം ഓട്ടോ. പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ തളർച്ച ബാധിക്കൂല. ചീറ്റ തളർന്നു പോകും. അതേസമയം ചില പരിശീലിപ്പിച്ച വേട്ടനായക്കൾ അവർ ഒരു മണിക്കൂറിൽ ഒരു 70 കിലോമീറ്റർ 75 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിട്ട് ഓടുക. പക്ഷേ ഏറിയ വേട്ടകളും അവർ വിജയകരമായിട്ട് പൂർത്തിയാക്കും. കാരണം എന്താ അറിയാമോ? കണ്ടിന്യൂസ് ആയിട്ട് അവർ ഓടും. 20 മിനിറ്റ് 25 മിനിറ്റ് അരമണിക്കൂറൊക്കെ അവർ തുടർച്ചയായിട്ട് ഓടും. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗത ഏറിയ ചീറ്റയേക്കാൾ വേഗത കുറഞ്ഞ ചില നായകൾ വിജയിക്കുന്നതിൻ്റെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവർ ഓടുന്നു എന്നുള്ളതാണ്. ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് മൂന്നാമത്തൊരു സംഗതി. നാലാമത്തെ ഒരു സംഗതി കൂടി കഴിഞ്ഞിട്ട് നമ്മളെ ഇൻറ്ററാക്ഷനിലേക്ക് വരാം. അങ്ങനെ പോരെ? ഇൻറ്ററാക്ഷൻ നിങ്ങൾക്ക് ചോദിക്കാനില്ല പലതും, ഇല്ലെങ്കിൽ ഇവിടെ പരിപാടി നിർത്താം. ചോദിക്കാണ്ടെന്നാണ് പറഞ്ഞത് നേരത്തെ ചോദിച്ചപ്പോൾ. നാലാമത്തതാണ് പിന്മാറാതിരിക്കുക. ഡോണ്ട് ക്വിറ്റ്. മതിയാക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇനി സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആർക്കൊക്കെ സ്വന്തമായിട്ട് ചാനലുണ്ട്? യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാം ചാനലോ ഫേസ്ബുക്ക് പേജോ ആർക്കുമില്ല? ഗുഡ്. നിങ്ങളൊക്കെ ഓരോന്ന് ഉടനെ തുടങ്ങണം. ചാനൽ എന്ന് പറഞ്ഞാൽ ചില്ലറ ചാനലല്ല ഇപ്പോൾ. യൂട്യൂബ് ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് കോഴിക്കോട് സിറ്റിയിലോ എറണാകുളം സിറ്റിയിലോ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് കോഴിക്കോട് സിറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണോ? നല്ലതാണ്. കാരണം അതൊരു വലിയ അസറ്റാണ്. ഇതേപോലെ ഒരു അസറ്റാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഉണ്ടാവുക, ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ടാവുക എന്നുള്ളത്. അതുണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതി, ധാരാളം. പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അസറ്റുകൾക്ക് യാതൊരു ലിമിറ്റും ഇല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രം നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടുന്നു അത്രമാത്രം അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പം ഇതിൻ്റെ പിന്നിൽ ഇനി എങ്ങനെ തുടങ്ങുമ്പോൾ, ഇനി നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്, പിന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്നൊരു സംഗതി, കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നിരാശ വരാൻ പറ്റുന്നൊരു മേഖലയാണ്. നമ്മളൊരു വീഡിയോ ഇടുന്നത് എന്തിനാണ്? ആളുകളൊക്കെ കണ്ടിട്ട് അത് അഭിപ്രായം പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുക. പക്ഷേ ഈ വീഡിയോ കിട്ടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ആൽഗോരിതം ഉണ്ട് ഫേസ്ബുക്കിനൊക്കെ. തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ അതെങ്ങനെ ചാനൽ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. നമുക്ക് പലർക്കും അത് പെട്ടെന്ന് മതിയാവും. ഒരു 2-3 വീഡിയോ ഇട്ടിട്ട് ഒരു 4-5 വ്യൂവേഴ്സ് മാത്രം വരുമ്പോൾ ഇനി ഇത് മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് മതിയാവും. ഈ ഒരു നിരാശ ഇതിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഒരു കാര്യത്തിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവരുത്. നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളുടെ വിജയത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ഇത് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം, നിങ്ങളിപ്പോൾ ഈ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ ഇറങ്ങി നിൽക്കുകയാണ് അല്ലേ? +2 വരെയുള്ള കുട്ടികളില്ലേ? +2 കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മഹാലോകത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് കണ്ണും വീഴ്ച അങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ വലിയ വലിയ മേഖലകളൊക്കെ അങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണും വീഴ്ച ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ഹിൻഡ് മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്.